നമസ്തേ. ഗുരു ദ സ്കൂൾ ഓഫ് സെൽഫ് മാസ്റ്ററിയിലേക്ക് സ്വാഗതം. ജീവിതം ഒരു യാത്രയാണ്, സത്യം തേടിയുള്ള യാത്ര. ഭൂതകാലത്തെയും ഭാവി കാലത്തെയും മറന്നുള്ള ഈ പ്രയാണത്തിലേക്ക് ഞാനും ഭാഗമാവുന്നു. ഏകദേശം 40 കിലോമീറ്ററാണ് ശ്രീ പത്മനാഭന്റെ മണ്ണിൽ നിന്നും ഈ ചൈതന്യവത്തായ പ്രകൃതിരമണീയമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിനെയും ശരീരത്തെയും ഊർജ്ജസ്വലമാക്കുന്ന അനുഭൂതിയാണ് ഈ വീഥിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും അനുഭവിക്കാൻ സാധിക്കുന്നത്. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ഏകാഗ്രമാകുന്ന ആത്മസംതൃപ്തിയാണ് എനിക്ക് ലഭിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ പ്രദേശം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതിപുരാതനമായ ഈ സ്മാരകത്തിൻ്റെ ചരിത്ര വിവരണമാണ് ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ളത്. തലയുയർത്തി നിൽക്കുന്ന പർവ്വതനിരകളും പാറക്കെട്ടുകളും എന്നോട് മന്ത്രിക്കുന്നു. ചെറിയ വീതി, മുന്നോട്ട് നീങ്ങുക, മുന്നോട്ട് നീങ്ങുക, ലക്ഷ്യം കാണുന്നതുവരെ മുന്നോട്ട് പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക. മനസ്സിനെയും മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളെയും നിർമ്മലമാക്കുന്നു ഓരോ പടികളും കടന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും തിന്മയിൽ നിന്ന് നന്മയിലേക്കും ജന്മമരണങ്ങളിൽ നിന്ന് മോക്ഷത്തിലേക്കും ഉള്ള ഒരു പ്രയാണം. മോക്ഷം മോഹസ്യ ഇതി ക്ഷയം മോക്ഷം. അത്യാഗ്രഹവും ദുരാഗ്രഹവും ഇല്ലാത്ത സമചിത്തതയാർന്ന അവസ്ഥ കൈവരിക്കുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ജന്മോദ്ദേശം. പാറക്കെട്ടുകളുടെ ഇടനാഴിയിലൂടെ താഴെ ചെന്നെത്തുമ്പോൾ സ്വർഗതുല്യമായ ദൃശ്യ വിസ്മയമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു ദേവാലയത്തിൻ്റെ അരികിൽ എത്തിച്ചേർന്നു. മനോഹരമായ ശില്പകലകളും കൊത്തുപണികളും വ്യത്യസ്തമായ ഭാവത്തിലും രൂപത്തിലുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മഹാവീരന്റെയും പത്മാവതിയുടെയും പാർശ്വാനന്ദന്റെയും മറ്റ് പാർശ്വതന്മാരുടെയും 24 തീർത്ഥങ്കന്മാരുടെയും രൂപമാണ് ഇവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ ശിലയിൽ തീർത്തിട്ടുള്ളത്. കരിങ്കൽ പടിയിലൂടെ താഴെ ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിമനോഹരമായ പാറമടകളും അതിനോട് ചേർന്ന് ഒരു ചെറിയ ഗുഹാക്ഷേത്രവും കാണാൻ സാധിക്കും. നാഗരൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തികച്ചും വിജനമായ ശാന്തമായ പ്രദേശം. ഏകദേശം 20ഓളം അടി ഉയരമുള്ള
കരിങ്കൽ നിർമ്മിതമായ ചുറ്റുമതിലുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്വർഗ സമാനമായ ഒരു പ്രതീതിയാണ്. അക്ഷുബ്ധമായ കാറ്റും അനന്തമായ ആകാശവും മേഘങ്ങളും പൂക്കളും വൃക്ഷങ്ങളും ചെടികൊടികളും തീർത്ഥക്കുളവും ബലിക്കല്ലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രവും കാണാൻ സാധിക്കും. ക്ഷേത്രം ക്ഷയത്രായതേ ഇതി ക്ഷേത്രം. ക്ഷയിക്കുന്നതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതെന്തോ അതാണ് ക്ഷേത്രം. ആയിരം വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം യാതൊരു ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമില്ലാതെ എങ്ങനെ ഇത്ര മനോഹരമായി പണി ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നുള്ളത് ഇന്നും അത്ഭുതകരമാണ്. 3 അറകളാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. വലതുവശത്ത് പത്മാവതിയും ഇടതുവശത്ത് പാർശ്വാനന്ദനും നടുവിൽ മഹാവീരനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഹരിഹന്താണം ഓം നമോ സിദ്ധാണം ഓം നമോ ആചര്യാണം. ക്ഷേത്രാങ്കണത്തിൽ തന്നെ പാറക്കെട്ടുകളിൽ വട്ടെഴുത്ത് എന്നൊരു സംസ്കാരം കാണാൻ സാധിക്കും. സംസ്കൃതത്തിലോ ജൈനന്മാരുടെ പാലി ഭാഷയിലോ മറ്റ് പ്രാകൃത ഭാഷയിലോ ആണെന്ന് തോന്നുന്നു ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് തന്നെ കുറേയൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. ക്ഷേത്രാങ്കണത്തിൽ നിന്നും പടിക്കെട്ടിലൂടെ താഴെ ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രകൃതിയാലുള്ള ഒരിക്കലും വറ്റാത്ത തീർത്ഥക്കുളമാണ് കാണാൻ സാധിക്കുന്നത്. ഏത് കാലാവസ്ഥയിലും ഈ തീർത്ഥക്കുളം നിറഞ്ഞു നിൽക്കും എന്നാണ് സങ്കല്പം. ഈ തീർത്ഥക്കുളം കാണുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഡോക്ടർ ഇമോട്ടോ മസൂറോ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പഠനമാണ് ഓർമ്മ വരുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാവുന്ന ഓരോ ചിന്തകളും മനുഷ്യൻ്റെ ശരീരത്തിലുള്ള 60% വെള്ളത്തെയും സ്വാധീനിക്കും എന്നതായിരുന്നു പഠനം. അങ്ങനെയെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ തീർത്ഥക്കുളങ്ങളും പോസിറ്റീവ് എനർജിയുടെ ഒരു കലവറ തന്നെയായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ചിത്രാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. ചിത്രാൾ ജെയിൻ ടെമ്പിൾ വളരെ ബ്യൂട്ടിഫുള്ളായ, വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ചിത്രാൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ കുറേ പാറക്കൂട്ടങ്ങളെ കാണാൻ സാധിക്കും. അതിനകത്തൊരു ക്ഷേത്രം, റോക്കൽ ടെമ്പിൾ എന്നും ഇതിനെ പറയാറുണ്ട്. ഏതാണ്ട് 9th സെഞ്ച്വറി ആണെന്ന് തോന്നുന്നു. ജൈനന്മാർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്ന സ്പേസാണ് ചിത്രാൾ ജെയിൻ ടെമ്പിൾ. കാരണം അവർ 2 കൾട്ടുണ്ട്, ദിഗംബരാസും ശ്വേതംബരാസും. ദിഗംബരാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബോഡി കോൺഷ്യസ് ഇല്ല. അവരെ സംബന്ധിച്ച് ജീവനാണ് പ്രാധാന്യം, ശരീരത്തിനല്ല പ്രാധാന്യം. ശ്വേതംബരാസ് എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രമാണ് അവർ ബോഡിയെ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെള്ള വസ്ത്രം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മെനി കളേഴ്സ്. അപ്പോൾ ഓൾ ഇൻക്ലൂസീവ്നെസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ശ്വേതംബരാസ് കൊടുത്തിട്ടുള്ളത്. ചിത്രാൾ ജെയിൻ ടെമ്പിൾ കൂടുതലും നമ്മളിവിടുത്തെ സ്കൾപ്ചേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൂടുതലും ദിഗംബരാസിൻ്റെ ബേസിസിലാണ്. നമുക്ക് മഹാവീരൻ്റെയും പത്മാവതിയുടെയും ഒക്കെ സ്കൾപ്ചേഴ്സ് അവിടെ കാണാൻ സാധിക്കും. ഒരു എന്താ പറയുക, ബോഡി കോൺഷ്യസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അവിടുത്തെ
സ്കൾപ്ചേഴ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ വസ്ത്രം ധരിക്കാത്ത രീതിയിലാണ് അവരുടെ ഡിസൈനിങ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് അസ്യൂം ചെയ്യുന്നത് ഇത് ശരിക്കും ദിഗംബരന്മാരുടെ ഒരു ട്രെയിനിങ് സെൻ്ററായിരുന്നു എന്നാണ് അറിയപ്പെടുക. പ്രധാനമായിട്ട് ഇവർ 5 തരത്തിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുക. അഹിംസ, സത്യം, ആസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം. ഈ 5 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ഗ്രോത്തിന് വളരെ പ്രാധാന്യം എന്നാണ് അവർ പറയുക. ചരിത്രം എന്തു തന്നെയായാലും ധ്യാനത്തിനും പ്രാണായാമത്തിനും അനുയോജ്യമായ ഒരു സ്ഥലം തേടിയാണ് ഞാൻ ഇറങ്ങിയത്. പരിശുദ്ധമായ വായുവും നിശബ്ദതയാർന്ന അന്തരീക്ഷവും ഇതിലും അപ്പുറം മറ്റെന്താണ് ഒരു യോഗിയെ സംബന്ധിച്ച് വേണ്ടത്? ചിതറാൾ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്ന ആളുകൾ ഇവിടെ യോഗ അഭ്യസിക്കുന്നത് കാണാൻ സാധിച്ചു. ഞാനും അവരിൽ ഒരാളായി തന്നിൽ തന്നെ ലയിച്ച് ഇരുന്നു. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യവിധീയതേ ഏതഭ്യോ വേതിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വതഃ. ഈ ശരീരമാണ് ക്ഷേത്രം. ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവൻ ക്ഷേത്രജ്ഞനും അല്ലെങ്കിൽ ക്ഷേത്രത്തെ അറിഞ്ഞവൻ. സോ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു സ്പിരിച്വൽ സ്പേസിൽ വന്നിരുന്നാൽ ഒരുപാട് ഹീലിംഗ് ഉണ്ടാവും. മനസ്സിന് ഒരുപാട് ശാന്തിയും സമാധാനവും ലഭിക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് നമ്മൾ പ്രകൃതിയുടെ ബൈ പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ പ്രകൃതിയിലേക്ക് തന്നെ ഇറങ്ങി ചെന്നാൽ ഒരുപാട് നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാം, അതോടൊപ്പം ഫ്രണ്ട്സായിട്ട് വരാം. പക്ഷേ ഒരിക്കലും ഒറ്റയ്ക്ക് വരാതിരിക്കുക. കാരണം മറ്റൊരു സ്റ്റേറ്റാണ്, അതുപോലെ മറ്റൊരു സ്പേസാണ്, നമുക്കറിയാത്തൊരു സ്ഥലമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ തന്നെയാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നമുക്ക് ആൽക്കഹോളിൻ്റെ ബോട്ടിൽസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഫാമിലി ആയിട്ട് വരാതെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ് ഇൻ ദ സെൻസ് നമ്മുടെ മനസ്സിന് ഒരുപാട് റിലീഫ്, ഒരു ഹീലിംഗ് കേപ്പബിലിറ്റി ഉള്ളൊരു സ്പേസാണ് ചിതറാൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വരിക. So if you like this channel, please do subscribe, like, share and comment. Thank you.